ഹലോ കൂട്ടുകാരെ, ഇത് ഒരു വെറൈറ്റി ഇറച്ചി കങ്കാരു മസാല, കങ്കാരു കറി കൂട്ടിയിട്ടുണ്ടോ കൂട്ടുകാരെ? ചുവപ്പ് കളറാണ് നല്ലത്. അതുപോലെ തന്നെ നെയ്യില്ല ഇതിന്, അതാണ് അതിൻ്റെ പ്രത്യേകത. വിനാഗിരി ഒഴിച്ച് കഴിയാൽ മതി, അപ്പോൾ അതിൻ്റെ മണമെല്ലാം പോകും. മുയിലിറച്ചി പോലെയൊക്കെ ഉണ്ട്. ബീഫ് വയ്ക്കുന്ന പോലെ നമുക്ക് വെച്ചാൽ മതി. പെരുംജീരകം, കുരുമുളക്, മല്ലിപ്പൊടി, കറിവേപ്പില, ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർത്താൽ മതി. പോത്തിറച്ചി വേവിക്കുന്ന പോലെ തന്നെയുണ്ട്. കണ്ടോ? കേരളത്തിൽ ഇത് കിട്ടാനില്ലല്ലോ. ഓസ്ട്രേലിയയിൽ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. കണ്ടോ? കങ്കാരു ഇറച്ചി നല്ല ടേസ്റ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബീഫ് കറിയുടെ ടേസ്റ്റാണ്. ബീഫ് വേവിക്കുന്ന അത്ര സമയം വേവിക്കണ്ട. ഇത് കണ്ടോ, നല്ലപോലെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ? തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ഇഞ്ചി, കറിവേപ്പില, കുരുമുളകൊക്കെ ഇട്ട് നല്ലപോലെ വറുത്ത് ലാസ്റ്റ് വാങ്ങാൻ നേരത്ത് ഇച്ചിരി നെയ്യുടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് തിന്നുന്നതാണ് കങ്കാരു ഇറച്ചി. മേടിച്ചു തിന്നു, നല്ലപോലെ വറുത്തു. കണ്ടോ? നല്ല ടേസ്റ്റാണ്. മുയിലിറച്ചിയൊക്കെ തിന്നുന്ന പോലെയുണ്ട്. ബീഫ് കറി വെക്കുന്ന പോലെ തന്നെ വെച്ചാൽ മതി. എനിക്കിഷ്ടപ്പെട്ടു. കങ്കാരുവിനെ കണ്ടില്ല, ഇനി കാണുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ഇവിടെ നിന്ന് കുറേ ദൂരെ പോകണം. നേരം വിളിക്കുമ്പോഴേ അവിടെ എത്തിയാലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലത്താണ് ഇത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് ഞങ്ങളിത്. നല്ല വിലയാണ് ഇതിന്. കങ്കാരു ഇറച്ചിക്ക് നല്ല വിലയാണ്. അങ്ങനെ കങ്കാരു കറി ആദ്യം കൂട്ടുന്നതാണ്. നല്ല ചുവപ്പ് കളർ കണ്ടോ? ഒരു നെയ്യ് പോലും ഇല്ല. വിനാഗിരി ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകുമ്പോൾ ആ കൂടി വിനാഗിരിയുടെ ഒഴിച്ച് കഴിയാൽ മതിയേ, ആ മണം എല്ലാം പോവും. പെരുംജീരകം, കുരുമുളകൊക്കെ നല്ലപോലെ ഇച്ചിരി കൂടുതൽ ചേർക്കണം. ഇഞ്ചി, കറിവേപ്പിലയൊക്കെ.